എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ രണ്ടാം ദിനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. രണ്ടാം ദിനം ബാറ്റിംഗിൽ ഇന്ത്യയുടെ വെടിക്കെട്ട് പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നത്തെ ഇന്ത്യയുടെ തീപ്പൊരി പ്രകടനത്തോടെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ഇന്ത്യ കൂറ്റൻ ലീഡ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ 246 ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആയിരുന്നു. ഇന്ന് 119 എന്ന നിലയ്ക്ക് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ജയ്സ്വാളും ഗില്ലും നൽകിയത്. എന്നാൽ ഓപ്പണിംഗിൽ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച ജയ്സ്വാൾ 23-ാം ഓവറിൽ 80 റൺസിൽ നിൽക്കെ റൂട്ടിന്റെ പന്തിൽ പുറത്തായി. ഇന്ത്യൻ ഇന്നിംഗ്സിൽ താരം വെടിക്കെട്ട് പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. തൊട്ട് പിന്നാലെ തന്നെ ഗില്ലിനെയും ഇന്ത്യക്ക് നഷ്ടമായി. 23 റൺസ് മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം. 4-ാം നമ്പരിൽ എത്തിയ രാഹുലും ശ്രേയസ് അയ്യരും ചേർന്ന് ഇന്ത്യൻ ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. ഇരുവരും 64 റൺസിന്റെ മികച്ച പാർട്ണർഷിപ്പ് ആണ് കൂട്ടിച്ചേർത്തത്. എന്നാൽ ഇംഗ്ലണ്ട് യുവ സ്പിന്നർ റെഹാൻ അഹമ്മദ് ശ്രേയസിനെ പുറത്താക്കി ഇംഗ്ലണ്ടിന് ബ്രേക്ക് ത്രൂ നൽകി. 65 പന്തിൽ 35 റൺസ് നേടിയാണ് ശ്രേയസ് പുറത്തായത്. ശ്രേയസ് അയ്യർ പുറത്തായെങ്കിലും രാഹുൽ, ജഡേജ കൂട്ടുകെട്ട് ഇന്ത്യയെ ലീഡിലേക്ക് എത്തിച്ചു. 10 ഓവറിന് ശേഷം ഇന്ത്യൻ ഇന്നിംഗ്സിന് വീണ്ടും പ്രഹരം ഏറ്റു. ഇത്തവണ പുറത്തായത് 123 പന്തിൽ 86 റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ച രാഹുൽ ആയിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സ്കോർ 288-5. മറുവശത്ത് ഭരത്തിനെ കൂട്ടുപിടിച്ച് ജഡേജ ഇന്ത്യൻ സ്കോർ ഉയർത്തി. 80 പന്തിൽ താരം ഇന്ന് 50 നേടി. മറുവശത്ത് ഭരത്ത് വിക്കറ്റ് കളയാതെ നോക്കിയെങ്കിലും 88-ാം ഓവറിൽ റൂട്ട് ഭരത്തിനെ പുറത്താക്കി. 41 റൺസ് ആണ് താരം ഇന്ന് നേടിയത്. 90-ാം ഓവറിൽ ഇന്ത്യക്ക് അശ്വിനെയും നഷ്ടമായി. നിലവിൽ ഇപ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 400 റൺസിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഇന്നിംഗ്സിൽ ജയ്സ്വാൾ, രാഹുൽ, ജഡേജ എന്നീ താരങ്ങൾ തീപ്പൊരി പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഓൾറെഡി ഇപ്പോൾ ഇന്ത്യ 150 റൺസിലധികം ലീഡ് നേടിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ആദ്യ ടെസ്റ്റ് ഇന്ത്യ തന്നെ ജയിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.